താരസംഘടനയായ അമ്പയിലെ തർക്കം കനക്കുകയാണ്. നടൻ ടിനി ടോമിനെതിരായ അൻസിബ ഹസന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന നീനാക്കുറിപ്പിന്റെ പരാതിക്കത്ത് പുറത്ത്. ടിനി ടോം തന്നെയും അസഭ്യം പറഞ്ഞുവെന്ന് നീനാക്കുറിപ്പ് സംഘടനയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയും നടി മാലാ പാർവതിയും രംഗത്തെത്തി. ഇപ്പോൾ ഇരിക്കുന്നവർക്ക് സംഘടന എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നൊരു വലിയ പിടിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. സെക്രട്ടറി ഒന്നും അങ്ങോട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്നില്ല. ഞാൻ നോക്കി കുറേ കുക്കു പരമേശ്വരൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ എന്ന്. പ്രസിഡൻറ്റ് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കൊന്നും വ്യക്തതയില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങ് വലിയ രീതിയിൽ എനിക്കിതിലൊരു അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല. നമ്മളിത് പ്രതീക്ഷിച്ച കാര്യമല്ല. നമ്മളിത് ഇവര് ഭാരവാഹികളാകുമ്പോഴൊക്കെ ഇനിയൊരു മാറ്റം, പുതിയ തുടക്കം എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്ന് വരുമ്പോൾ അങ്ങനെ അല്ല എന്ന് തന്നെ പറയണമല്ലോ പൊതുസമൂഹത്തിനോട്. അവിടുത്തെ ഒരു ജോലിയിൽ നിന്ന് സ്റ്റാഫ് പരാതി പറഞ്ഞു. അത് ഗൗരവമായ കാര്യങ്ങളാണ് പറഞ്ഞു ഉണ്ണി ശിവകുമാറിനെതിരെയും. അപ്പോൾ ആ സമയത്തും കുക്കു ആ പെൺകുട്ടിയെ അല്ല സപ്പോർട്ട് ചെയ്തത്, ഉണ്ണി ശിവകുമാറിനെ സപ്പോർട്ട് ചെയ്തു എന്ന് കേൾക്കുന്നത്, അൻസിബ പറയുന്നത് കേൾക്കുന്നത്, അല്ലെങ്കിൽ നീനാക്കുറിപ്പിൻ്റെ പരാതി, അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പേഴ്സാണ്. അപ്പോൾ അവരുടെയൊക്കെ പരാതി നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നു, വലിയ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവരോടും അവർക്ക് സംസാരിക്കാൻ വിലക്കുണ്ട്, അവർക്ക് എല്ലാവർക്കും മെമ്പേഴ്സിനോട് സംസാരിക്കാൻ വിലക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു. ഭരണസമിതി ഒഴിഞ്ഞ് പഴയ ആൾക്കാരെ ഏൽപ്പിക്കണം. അതേസമയം അൻസിബയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ പറഞ്ഞു. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന്റെയും നീനാക്കുറിപ്പിന്റെയും ഗൂഢാലോചനയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ടറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. ഞങ്ങളുടെ സെക്രട്ടറി, നീനാക്കുറുപ്പ് തുടങ്ങിയ കുറച്ച് പേരാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. ഇവർ 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസും ആയിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്. ലിഡിയ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ലിഡിയ, കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. പക്ഷെ അതത്ര സുഖമുള്ള വാർത്തയല്ല, അടിമുടി തമ്മിലടിയാണ്. നിലവിൽ ഏറ്റവും ഒടുവിൽ അൻസിബ ഉയർത്തിയ ആരോപണം, അതുമായി ബന്ധപ്പെട്ട് അപ്പുറവും ഇപ്പുറവും ചേരിതിരിഞ്ഞൊക്കെയുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നേതൃത്വം ഇടപെടുന്നുണ്ടോ? നേതൃത്വത്തിനെതിരെ പോലും വിമർശനങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുക, ലിഡിയ? പ്രജിൻ, നേതൃത്വത്തിനെതിരെയാണ് ഏറ്റവും വലിയ ആരോപണം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ വന്ന സ്ത്രീ നേതൃത്വമാണ്. അതിനെതിരെ തന്നെ ഇതിനു മുൻപ് ഇത്തരത്തിൽ അമ്മയിലെ ഓഫീസ് സ്റ്റാഫ് ഈ നേതൃത്വത്തിനെതിരെ പരാതി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെയും ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലിനെതിരെയും ഒക്കെ പരാതി പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും അൻസിബ രാജിവെക്കുകയും അതേ തുടർന്ന് അൻസിബ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്യുന്നത്. ടിനി ടോമിനെതിരെയായിരുന്നു പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് ശരിവെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ശരിവെക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നീനാക്കുറിപ്പ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള നീനാക്കുറിപ്പ് അമ്മ നേതൃത്വത്തിന് കൊടുത്ത ഒരു കത്ത് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നീനാക്കുറിപ്പിനെ ഏൽക്കേണ്ടി വന്ന ദുരനുഭവം കൂടി അതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടിനി ടോമിനെതിരെ വലിയ പരാതികൾ അതിൽ പറയുന്നു. ടിനി ടോം തെറി വിളിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നടക്കമുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള പരാതികളാണ് നീനാക്കുറിപ്പ് ആ കത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അൻസിബ ഉന്നയിച്ച അതേ ആരോപണങ്ങളൊക്കെ തന്നെയും ശരിവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജിഹാദി എന്ന് വിളിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ കത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നേതൃത്വം ഇതിനെല്ലാം തള്ളുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും നിർണായകമായി കാണേണ്ടത് ഇത് ലക്ഷ്മിപ്രിയയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ടിനി ടോമിനെതിരെയുള്ള ഈ ആരോപണം അത് തികച്ചും ഒരു വസ്തുതാവിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് അത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരന്റെയും ഒപ്പം ഉണ്ണി ശിവപാൽ, അതുപോലെ തന്നെ അൻസിബ എന്നിവരുടെയും ഒക്കെ ഒരു നീനാക്കുറിപ്പിന്റെയും ഒക്കെ ഒരു പ്ലാനാണ്, അത്തരത്തിലൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. അതിൽ നമ്മൾ കാണേണ്ടത് 2 ചേരികളായി തിരിഞ്ഞ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ 2 ചേരികളായി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനറൽ സെക്രട്ടറിക്ക് നേരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് മറ്റുള്ളവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ജനറൽ സെക്രട്ടറി ഏകാധിപത്യപരമായി കാര്യങ്ങൾ ചെയ്യുന്നു, ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇവയെക്കുറിച്ചൊന്നും
കൃത്യമായിട്ടുള്ള രീതിയിൽ മറ്റംഗങ്ങളെയോ അല്ലെങ്കിൽ പ്രസിഡന്റിനെയോ അറിയിക്കാറില്ല, പ്രസിഡന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാറില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. അത് മുൻപും ടിനി ടോം അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ്. എന്തായാലും അൻസിബയുടെ ആരോപണത്തിൽ അന്വേഷണം നടത്താനിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുക്കു പരമേശ്വരനെതിരായ പല ആരോപണങ്ങളിലും അമ്മ നടപടിയെടുക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് കൂടിയാണ് ലക്ഷ്മിപ്രിയ ഇന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തകരും മറ്റ് നടിമാരുമൊക്കെ ഇതിൽ പ്രതിഷേധിച്ച് നിലവിലുള്ള നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ലീഡിയ ജേക്കബാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകുന്നത്. അമൃതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമുണ്ട്. അവർക്ക് കൃത്യമായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഒരു ഭാഗത്ത് വരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതിൽ മുതിർന്ന നടന്മാർ എന്ത് പറയുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുമോ എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം അത് നല്ല ആഴത്തിലുള്ള ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അത് രണ്ട് ചേരിതിരിഞ്ഞ് പോയി അമ്മയിൽ അടി ഉണ്ടാകുന്നത് ഒട്ടും നല്ലതല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇനി എന്തായിരിക്കും മുതിർന്ന നടന്മാർ നടത്തുന്ന പ്രതികരണം എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതെ, ഏതായാലും സിനിമയെ വെല്ലുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമ സംഘടനയ്ക്കുള്ളിലും നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.